ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമെന്നത് ദൈവത്തോടുകൂടെ ആയിരിക്കുക എന്ന ആ നിമിഷത്തിൻ്റെ സന്തോഷമാണ്. നമ്മുടെ ജോലി തിരക്കിലും ബുദ്ധിമുട്ടുകളിലും ഭാരങ്ങളിലുമൊക്കെ ഒരു ആശ്വാസം തരുന്ന ദൈവത്തോടൊപ്പം ആയിരിക്കുക. ആ നിമിഷമാണ് ഇത്, നാഥനോടൊപ്പം. അവിടുത്തോടൊപ്പം ആയിരിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസവും സന്തോഷവുമുണ്ട്. അവിടുത്തോടൊപ്പം ആകാതെ പോകുന്നതിൻ്റെ അസ്വസ്ഥതയും എനിക്കും നിങ്ങൾക്കുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്നായിരിക്കാം. നമ്മിലെ ശൂന്യതയെ ആനന്ദമാക്കി മാറ്റുക. നിശബ്ദതയിൽ ദൈവത്തെ കണ്ടെത്തുക. ശബ്ദം എല്ലായിടത്തുമുണ്ട്. ചില ശബ്ദം നാം കേൾക്കുന്നു, ചിലത് കേൾക്കപ്പെടാതെ പോകുന്നു. കേൾക്കുന്ന ശബ്ദം ലോകത്തിൻ്റെതാണ്, കേൾക്കപ്പെടാതെ പോകുന്നത് ദൈവത്തിൻ്റേതും. നിങ്ങളോട് ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. ആ വചനമാണ് ജീവൻ. ആ വചനത്തെ കേൾക്കാനുള്ള പരിശ്രമമാണ് നിശബ്ദത. ദൈവം സംസാരിക്കുന്നത് നിശബ്ദതയിലാണ്. വാക്ക് ജീവനാണ്. ശക്തിയും മുക്തിയും വാക്കിലാണ്. അത് അവൻ്റെ വചനമാണ്. ആ വചനം നാം വായിക്കുന്നുണ്ട്. തിരുവചനം വായിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നണമെങ്കിൽ പോരാ, അവൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഉള്ള് നിശബ്ദതയിലാവണം. മൗനത്തിൻ്റെ സന്തോഷം അനുഭവിക്കണം. മൗനത്തിൻ്റെ ആനന്ദം അനുഭവിക്കണം. ആ ആനന്ദത്തിലാണ് ക്രൈസ്തവ ജീവിതം കൂടുതൽ ധന്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഗാനം നമ്മൾ കേൾക്കുമ്പോൾ മൗനത്തിൻ്റെ അഗാധതയിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തെ കൂട്ടിക്കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ഉള്ളിനെ ആനന്ദം കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ശൂന്യതയെ ആനന്ദം കൊണ്ട് നിറയ്ക്കാതെ വരുമ്പോഴാണ് നമ്മൾ വഴിതെറ്റുന്നത്, ആത്മഹത്യാ ചിന്തകൾ ഉണ്ടാകുന്നത്, ഉപേക്ഷിച്ച് പോയേക്കാം എന്നൊക്കെ കരുതുന്നത്. ശൂന്യതയെ ആനന്ദമാക്കുമ്പോൾ അത് നിശബ്ദതയുടെ ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുകയാണ്. ശൂന്യത ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നിശബ്ദതയിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക. ആ ദൈവാനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ആ ദൈവാനുഭവത്തിൽ ആയിരിക്കുക. അതിനുള്ള നിമിഷമാണ് അടുത്തു വരുന്ന ഗാനത്തിൻ്റെ നിമിഷം. ഏകാഗ്രതയോടെ കേൾക്കാം. നിശബ്ദതയിൽ ദൈവത്തെ കണ്ടെത്താം. ദൈവാനുഭവത്തിൽ ആയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ സക്രാരി മുന്നിൽ തളർന്നിരിക്കും എൻ മൗന നൊമ്പരം നീ അറിയുമോ ഈശോയേ പൊൻ ഈശോയേ കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ ഒത്തിരിയാളുകൾ കൂടെയുണ്ട് എങ്കിലും ഞാനിന്ന് ഏകനാണ് ഒത്തിരിയാളുകൾ കൂടെയുണ്ട് എങ്കിലും ഞാനിന്ന് ഏകനാണ് ഒത്തിരി നാദങ്ങൾ ചുറ്റുമുണ്ട് എങ്കിലും ഞാനിന്ന് മൂകനാണ് ഈശോയേ പൊന്നീശോയേ കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ ചുറ്റും വിളക്കുകൾ അണഞ്ഞിടുന്നു വെളിച്ചത്തിനായി ഞാൻ കേണിടുന്നു ചുറ്റും വിളക്കുകൾ അണഞ്ഞിടുന്നു വെളിച്ചത്തിനായി ഞാൻ കേണിടുന്നു ആകാശമേലാവിൽ അമ്മ നക്ഷത്രമാ ആകാശമേലാവിൽ അമ്മ നക്ഷത്രമാ കൂരിരുൾ പാതയിൽ വഴി നടത്തൂ ഈശോയേ പൊൻ ഈശോയേ കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ
സക്രാരി മുന്നിൽ തളർന്നിരിക്കും എൻ മൗനനൊമ്പരം നീ അറിയുമോ ഈശോയേ പൊന്നീശോയേ കിടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ ഓരോ അണുവും അത്ഭുതമാണ്. നമ്മുടെ ഗ്രഹണശക്തിക്കും അനുഭവത്തിനും അപ്പുറം നിൽക്കുന്നതിനെയാണ് അത്ഭുതം എന്ന് വിളിക്കുന്നത്. ഭൗമിക തലത്തിനപ്പുറം നിൽക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനും അനുഭവിക്കാനും വേണ്ടിയാണ് ഓരോ ആധ്യാത്മിക ചർച്ചകളും ധ്യാനവും. അതെല്ലാം നമ്മളെ വിശുദ്ധിയിലേക്ക് എത്തിക്കണം. തിരുസഭയുടെ ഏറ്റവും ആകർഷകമായ ഒരു മുഖമാണ് വിശുദ്ധി. അത് നഷ്ടപ്പെടുമ്പോൾ സഭയുടെ ചൈതന്യവും വ്യക്തിജീവിതത്തിൻ്റെ വൃത്തിശുദ്ധികളും ഇല്ലാതായി പോവുകയാണ്. ആ വിശുദ്ധിയിലേക്ക് ഞാനും നിങ്ങളും വളരണം. ഓരോരുത്തരും ആ വിശുദ്ധി സ്വന്തമാക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നിന്നും പിൻവാങ്ങി മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ സദാസമയം പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധി സമ്പാദിക്കാൻ കഴിയൂ എന്ന ഒരു തെറ്റായ ധാരണ എന്നിലും നിങ്ങളിലുമൊക്കെയുണ്ട്. മെത്രാനോ പുരോഹിതനോ സന്യസ്തർക്കോ മാത്രമുള്ളതാണ് വിശുദ്ധി എന്നും കരുതരുത്. എല്ലാവരും സ്വന്തമാക്കേണ്ട ഒരു പുണ്യ തലത്തിൻ്റെ പേരാണ് വിശുദ്ധി. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കണ്ടെത്താൻ കഴിയുകയില്ല. ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥലത്ത് സ്നേഹാധിഷ്ഠിതമായ ജോലിയും പ്രവൃത്തികളും ചെയ്ത് നമുക്ക് വിശുദ്ധരാകാം. ആ വിശുദ്ധിയിലാണ് ലോകം ക്രിസ്തുവിനെ അറിയുന്നത്. ആ വിശുദ്ധിയിലാണ് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നത്. ആ വിശുദ്ധിയിലാണ് ആരോഗ്യം. ആ വിശുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ് രോഗത്തിലേക്ക്, തകർച്ചയിലേക്ക് മാനവൻ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുടെ നിമിഷം കർത്താവിൻ്റെ സ്പർശനത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ എന്നെ തൊട്ട് സുഖപ്പെടുത്തണേ. രക്തസ്രാവക്കാരി ഈശോയെ തൊട്ടു. ഈശോയിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അവൾ സുഖപ്പെട്ടു. കർത്താവെ നീ എന്നെ തൊട്ട് സുഖപ്പെടുത്തണേ.
എൻ്റെ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ. വിശുദ്ധരായി ഞാനും നിങ്ങളും മാറണം. അപ്പോൾ എൻ്റെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സഭാ സമൂഹവും കൂടുതൽ ആനന്ദത്തിൻ്റെ, നിർവൃതിയുടെ, ആത്മീയതയുടെ വഴികളിലൂടെ യാത്ര ചെയ്യും. അതിൻ്റെ പേരാണ് സ്വർഗീയ ആനന്ദം, സ്വർഗീയ ജീവിതം. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ വഴി നടത്തുന്നത് ഈ ആനന്ദത്തിലേക്കാണ്, വിശുദ്ധിയുടെ ആനന്ദത്തിലേക്ക്. അതിന് ഞാനും നിങ്ങളും പരിശ്രമിക്കണം. വെറുതെ എവിടെയെങ്കിലും ചടഞ്ഞിരുന്ന് ആത്മീയതയാണ്, പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് മാർപ്പാപ്പയാണ്. ഞാനും നിങ്ങളും പ്രവർത്തിക്കണം, ഞാനും നിങ്ങളും ഉണരണം വിശുദ്ധിയിലേക്ക്, ദൈവികതയിലേക്ക്. അലസത സാത്താൻ്റെ പ്രവർത്തനമാണ്, വെറുതെ ഇരിക്കലല്ല. ദൈവത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതവും സ്നേഹത്തിൽ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ജീവിക്കാം, കൂടുതൽ നല്ലവരാകാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കും, തീർച്ച. മൃദുവാ നീ തൊടുകിൽ എന്നാത്മ സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. മൃദുവാ നീ തൊടുകിൽ എന്നാത്മ സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. നിരാശയിൽ ഞാൻ താഴുമ്പോൾ ആത്മനാശഭീതിയ നിരാശയിൽ ഞാൻ താഴുമ്പോൾ അഭയം മുറിവിൽ തഴുകി എൻ മോക്ഷം നീയല്ലോ. മൃദുവാ നീ തൊടുകിൽ എന്നാത്മ സൗഖ്യം നേടും. ഹൃദയ
നിൻവാസ ഗേഹമാകും. സാധ്യമല്ലെന്നോർത്തതാ മഹാത്ഭുതങ്ങൾ നീ ചെയ്തു. സാധ്യമല്ലെന്നോർത്തതാ മഹാത്ഭുതങ്ങൾ നീ ചെയ്തു. ജന്മം നിൻ പാദേ സ്തുതിയായി ഞാനേകാം. നിൻ സാക്ഷിയാകും ഞാൻ. മൃദുവാ നീ തൊടുകിൽ എന്നാത്മ സൗഖ്യം നേടും. ഹൃദയം ഇനി എന്നും നിൻവാസ ഗേഹമാകും. കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മ സൗഖ്യം നേടും. നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന വലിയ നന്മകളെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരാം. ആ നന്മകൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുമ്പോൾ, നിറയാൻ അനുവദിക്കുമ്പോൾ അത് വലിയ സാക്ഷി ജീവിതമായി മാറും. എന്നിലൂടെ ക്രിസ്തു ഈ ലോകത്തിന് കൂടുതൽ പരിചിതനാകും. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ അവൻ നൽകിയ അനുഗ്രഹങ്ങളുടെ മുൻപിൽ ശിരസ് കുനിച്ച് നിൽക്കാനേ നമുക്ക് കഴിയൂ. എങ്ങോട്ട് നോക്കിയാലും അവൻ്റെ കരസ്പർശമില്ലാത്ത ഒന്ന് ഈ ലോകത്തില്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇല്ല. അവൻ തൊട്ട് സുഖപ്പെടുത്തിയ നിമിഷങ്ങളാണ് എല്ലാം. അവൻ കാണിച്ചു തന്ന വഴികളാണ് വിജയത്തിൻ്റെ വഴികൾ. അവൻ പറഞ്ഞു തന്ന വചനമാണ് ജീവൻ്റെ വചനം. നന്ദിയോടെ കർത്താവിനോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന് എന്നും നമുക്ക് ജീവിക്കാം. ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതിരിക്കാം. പുത്രനോടും പരിശുദ്ധാത്മാവിനോടും പിതാവിനോടും ചേർന്ന് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ, ഈ ലോക ജീവിതത്തെ കൂടുതൽ ധന്യമാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
കെടാവിളക്കിൻ നിശബ്ദതയിൽ ഈ രാത്രി ഏകാന്ത മൗനത്തിൽ സക്രാരി മുന്നിൽ തളർന്നിരിക്കും എൻ മൗന നൊമ്പരം നീ അറിയുമോ ഈശോയേ പൊൻ ഈശോയേ കെടാവിളക്കിൻ നിശബ്ദതയിൽ